ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.1-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. നമുക്ക് തന്നിരിക്കുന്ന ഈ റാഷണൽ നമ്പേഴ്സിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനുള്ള രണ്ട് മെത്തേഡുകൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്നതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അതിൻ്റെ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാം. സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ചാൽ എന്താ? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കൂടെ 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് കാണാൻ പാടില്ല. അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാക്കാം. പിന്നെ എങ്ങനെയാക്കാം? ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും കൂടെ HCF കണ്ടുപിടിച്ചിട്ട് HCF കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. പക്ഷേ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും കൂടെ HCF നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ രണ്ട് മെത്തേഡിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. എങ്ങനെ ചെയ്താലും സിംപ്ലസ്റ്റ് ഫോമിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ -8/6. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതിൻ്റെ ടേബിളിലാണ് വരിക? അതായത് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 6ഉം വരും 8ഉം വരും അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? -8/6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 ഡിവൈഡഡ് ബൈ 2 ഈസ് 4. അപ്പോൾ -8 ആയതുകൊണ്ട് -4 വരും. 6 ഡിവൈഡഡ് ബൈ 2 ഈസ് 3. ഈ 4നും 3ക്കും കൂടെ ഇനി ഇവിടെ എന്തില്ല? കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ ഈ -8/6ൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് -4/3. ഇനി അടുത്തത് രണ്ടാമത്തത് 25/45. ഇത് നമുക്കറിയാം, രണ്ടെണ്ണം 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25 ഡിവൈഡഡ് ബൈ 5 ഈസ് 5. 45 ഡിവൈഡഡ് ബൈ 5 ഈസ് 9. അപ്പോൾ നമുക്ക് 5/9 എന്ന് കിട്ടി. ഇതിനും രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് വേറെ ഇല്ല, കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് 5/9 ആണ്. ഇനി അടുത്ത മൂന്നാമത്തത് -44/72. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫാക്ടർ ഏതുണ്ട്? രണ്ടും ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 44 ഡിവൈഡഡ് ബൈ 2 ഈസ് 22. ഇപ്പം നെഗറ്റീവ് ഉള്ളത് കൊണ്ട് -22 ഡിവൈഡഡ് ബൈ ഇതിനെ 2 കൊണ്ട് ചെയ്താൽ എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. 72 ഡിവൈഡഡ് ബൈ 2 ഈസ് 36. ഇനിയും വീണ്ടും ഇതിനും രണ്ടിനും കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണ്? രണ്ട് ഈവൻ നമ്പേഴ്സാണ്. ഇതിനെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 22 ഡിവൈഡഡ് ബൈ 2 ഈസ് 11. അപ്പോൾ -11 ബൈ ഇതിനെ ചെയ്താൽ എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. -11/18. ഇതിന് രണ്ടിനും കൂടെ ഇനി കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് -11/18 ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിനെ 4 കൊണ്ട് ചെയ്യാമായിരുന്നു അല്ലേ? നമ്മളിവിടെ ഒരു 2 കൊണ്ട് ചെയ്തു, ഇവിടെയും ഒരു 2 കൊണ്ട് ചെയ്തു. അപ്പോൾ 2 2s are 4. അപ്പം നമുക്ക് ഡയറക്റ്റ് -44/72നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ -44ൻ്റെയും 72ൻ്റെയും കൂടെ കോമൺ HCF എന്ന് പറയുന്നത് 4 ആണ്. ഇനി HCF നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ 44ഉം 72ഉം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 2 കൊണ്ട് ചെയ്യാം. 22 36. അഗെയിൻ 2. രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ടായിരിക്കും ചെയ്യേണ്ടത് കേട്ടോ. 11 18. ഇനി ഈ രണ്ടിനെയും കൂടെ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഇല്ല. അപ്പം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ കിട്ടിയതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് HCF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ HCF കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരോ കോമൺ ഫാക്ടർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി അടുത്തത് 4th one -8/10. ഇവിടെയും രണ്ടിനും കൂടെ കോമൺ ഫാക്ടർ എന്തുണ്ട്? രണ്ടും ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8/2 ഈസ് 4. -8 ആയതുകൊണ്ട് -4/5. ഇതാണ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം.